ഇന്ന് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് വെരിക്കോസ് വെയിൻ. നമ്മൾ പലപ്പോഴും വെരിക്കോസ് വെയിനിൻ്റെ കംപ്ലയിൻസ് അല്ലെങ്കിൽ അതിനെപ്പറ്റി പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് വെരിക്കോസ് വെയിൻ, എങ്ങനെയുള്ളവരിലാണ് വെരിക്കോസ് വെയിൻ ബാധിക്കുന്നത്, എങ്ങനെയൊക്കെ നമ്മൾ അതിനെ മാനേജ് ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സാജൻ വി എഡിസൺ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ വെരിക്കോസ് വെയിൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുഴലുകളെ പറ്റി നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം. ശരീരത്തിലൂടെ കടന്നു പോകുന്ന രക്തക്കുഴലുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ആർട്ടറി, മറ്റൊന്ന് വെയിൻ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ലങ്സ് വഴി കിട്ടുന്ന ഓക്സിജൻ കളക്ട് ചെയ്ത് ഹാർട്ട് പല ശരീരഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കും, ഓക്സിജൻ കലർന്ന രക്തം. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലുള്ള സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും മറ്റ് ന്യൂട്രിയൻസും ബ്ലഡ് വഴി ശരീരങ്ങളിലേക്ക് എത്തുകയും അതിനുശേഷം ഓക്സിജൻ ഇല്ലാത്ത രക്തത്തെ നമ്മളെ വെയിൻ, അശുദ്ധ രക്തം എന്ന് നമ്മൾ പറയും, ഓക്സിജൻ ഇല്ലാത്ത രക്തത്തെ തിരിച്ച് ലങ്സിലോട്ട് എത്തിച്ച് പിന്നെയും ഓക്സിജനേറ്റഡ് ആയിട്ട് ഹാർട്ട് വഴി പിന്നെയും ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കും. ഇങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് ഈ രണ്ട് ബ്ലഡ് വെസലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർട്ടറി എന്ന് പറയുമ്പോൾ പ്യുവറായിട്ടുള്ള ഓക്സിജൻ കലർന്നിട്ടുള്ള ബ്ലഡും, വെയിൻ എന്ന് പറയുമ്പോൾ നോൺ ഓക്സിജനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അശുദ്ധ രക്തമെന്ന് വിളിക്കുന്ന രക്തമാണ് വഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു ബ്ലഡ് വെസലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ കാലുകളിലും പാദങ്ങളിലും ആംഗിളുകളിലുമുള്ള വെയിനുകൾ, അശുദ്ധ രക്തം വഹിക്കുന്ന അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വഹിക്കുന്ന ഈ വെയിനുകളിനകത്ത് രക്തം കെട്ടി നിൽക്കുകയും ഓരോ ബ്ലഡ് വെസലിനകത്തും ഓരോ വാൽവുലാർ സിസ്റ്റം ഉണ്ട്. ബാക്ക് ഫ്ലോ തടയുന്നതിന് വേണ്ടിയും നമ്മുടെ ഈ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള രക്തം തിരിച്ച് ഹാർട്ടിലോട്ട് എത്തിക്കുന്ന സമയത്ത് ആ രക്തം താഴോട്ട് പോകാതിരിക്കാൻ ഓരോ വാൽവുലാർ സിസ്റ്റം ഉണ്ട്. ആ വാൽവുകൾക്ക് തകരാറ് സംഭവിക്കുകയും ആ രക്തക്കുഴലിനകത്ത് ഡാമേജ് സംഭവിക്കുകയും അങ്ങനെ ആ ബ്ലഡ് തിരിച്ച് മുകളിലോട്ട് വരാതെ അതിനകത്ത് തന്നെ തങ്ങി നിൽക്കുന്ന ഒരു പർപ്പിളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൂയിഷ് കളറിൽ പലപ്പോഴും നമ്മുടെ കാലുകളിൽ കാണുന്ന ഒരവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പലപ്പോഴും വെരിക്കോസ് വെയിനും സ്പൈഡർ വെയിനും നമ്മൾ തരംതിരിക്കുന്നതിൽ വ്യത്യാസം സംഭവിക്കാറുണ്ട്. സ്പൈഡർ വെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആ ഒരു സ്കിന്നിൻ്റെ താഴെ തന്നെ ഉള്ള കട്ടി കുറഞ്ഞ വെയിനുകൾ പർപ്പിളിഷായിട്ടും ചെറുതായിട്ട് ചുവന്നും കാണപ്പെടുന്ന ഒരവസ്ഥയാണ്. മരത്തിൻ്റെ വേര് പോലെ അല്ലെങ്കിൽ മരത്തിൻ്റെ ശിഖരം പോലെ ഈ വെയിനുകൾ പർപ്പിളിഷ് കളറിലായിരിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കാലുകളിലും മുഖങ്ങളിലൊക്കെ പലപ്പോഴും വരാറുണ്ട്. അതിനാണ് സ്പൈഡർ വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വെരിക്കോസ് വെയിനും സ്പൈഡർ വെയിനും തമ്മിൽ നമ്മൾ കൃത്യമായി തന്നെ വേർതിരിച്ച് മനസ്സിലാക്കുക. രണ്ടും വെയിനുകളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. നോർമലി സ്പൈഡർ വെയിൻ വെരിക്കോസ് വെയിൻ്റെ അത്ര അപകടകാരികളല്ല. ഓക്കെ, അതും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആരിൽ വേണമെങ്കിലും വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ആർക്കൊക്കെ വെരിക്കോസ് വെയിൻ വരാൻ സാധ്യതയുണ്ടെന്ന്. ഒന്നാമതായി തന്നെ ഏജ് ഇതിനൊരു ഏറ്റവും വലിയ ഫാക്ടറാണ്. നമ്മുടെ ശരീരത്തിന് വയസ്സ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ രക്തക്കുഴലുകളിലുള്ള വാളുകൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുകയും അത് കൃത്യമായി വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയിൽ അതിൻ്റെ എലാസ്റ്റിസിറ്റിയും എല്ലാം നഷ്ടപ്പെട്ട് ഒരു സ്റ്റിഫാവുന്നൊരു കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഒന്നാമതായിട്ട് ഉള്ള ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടും ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫീമെയിൽസിലാണ് കൂടുതലായിട്ടും വെരിക്കോസ് വെയിൻ വരാൻ സാധ്യത കൂടുതൽ. പ്രഗ്നൻ്റ് ആവുന്നവരിലും ബർത്ത് കൺട്രോൾ പില്ലെടുക്കുന്നവരിലും അതുപോലെ തന്നെ മെൻസസ് നിൽക്കുന്ന സമയത്തും അങ്ങനെയുള്ളവരിലും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നതിന് ശേഷം അവർക്കും വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മൂന്നാമതായി എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഫെമിലിയൽ ഹിസ്റ്ററി, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലും പലതരത്തിലുള്ള ഡിസീസും കാണപ്പെടുന്നത് പോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഈ ഒരു കണ്ടീഷനിൽ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നാലാമതായി നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമ്മൾ കൂടുതലായിട്ട് നിൽക്കുന്ന ജോലികളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇരിക്കുന്ന ജോലികളിൽ നേരിടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ കുറയുകയും ഇതിനൊരു ഏറ്റവും വലിയ ഫാക്ടറാണ്. പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷനുള്ളവർക്ക്, ഉദാഹരണത്തിന് മലബന്ധമുള്ളവർക്ക്, ചിലതരത്തിലുള്ള ട്യൂമറുകളും അതുപോലെ വെയിനുകളിൽ പ്രഷർ വരുന്ന മറ്റു പല അസുഖങ്ങളുള്ളവരിലും വെരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ടൊബാക്കോ യൂസ്, കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യുന്നവരിലും ടൊബാക്കോ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരിലും വെരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കണ്ടുവരികയാണ്. നമ്മുടെ ശരീരത്തിന് വെയിറ്റ് കൂടുന്നത് ഇതിന് ഏറ്റവും വലിയ ഫാക്ടറാണ്. ശരീരത്തിന് വെയിറ്റ് കൂടുന്ന സമയത്ത് ബ്ലഡ് വെസലുകളിൽ കൂടുതലായി മർദ്ദം കൂടുകയും അതിൻ പ്രകാരം വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ എങ്ങനെയുള്ളവരിൽ
വെരിക്കോസ് വെയിൻ വരുന്നു, എന്താണ് വെരിക്കോസ് വെയിൻ, സ്പൈഡർ വെയിൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വെരിക്കോസ് വെയിൻ വരുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് നമുക്കുണ്ടാകും, എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ സ്കിന്നിന് താഴെയുള്ള ആ ബ്ലഡ് വെസലുകളിൽ ഒരു പർപ്പിളിഷ് ആയിട്ടുള്ള, ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും വെരിക്കോസ് എന്ന് നമ്മൾ പലരും പറയാറുണ്ട്. നമ്മുടെ കാലുകളിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വെയിനുകൾ ബൾജായി തടിച്ച് എലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട ഒരു കണ്ടീഷനിൽ ബ്ലൂഷ് അല്ലെങ്കിൽ പർപ്പിളിഷ് കളറിൽ കാണപ്പെടുകയും ഇത് നമ്മുടെ സ്കിന്നിന് താഴ്വശത്തും ലെഗ്സിലും ആംഗിൾസിലും ഫീറ്റുകളിലും കാണപ്പെടുകയും ഒരു ബ്ലഡ് ലൈന് പോലെ അപ്പിയർ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ബ്ലൂയിഷ് കളറുകളും ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള വെയിൻസും കാണുമ്പോൾ തന്നെ വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കും. രണ്ടാമതായി നമ്മുടെ കാലുകൾ ഹെവി ആയിട്ട് തോന്നാറുണ്ട്. പല തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് കാലുകളിൽ ഒരു കഴപ്പ് പോലെ, ഒരു വേദന പോലെ, ഒരു ക്ഷീണിച്ചൊരവസ്ഥ തോന്നാറുണ്ട്. ഇതും വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളാണ്. മൂന്നാമതായി കാലുകളിൽ വേദന ഉണ്ടാകുക. കാല് ഭയങ്കര വേദനയായിട്ടും നീറുന്നതായിട്ടും അല്ലെങ്കിൽ മുട്ടിന് പുറകെ നല്ല വേദന ഉള്ളതുപോലെയും മസിൽ പിടിക്കുന്നത് പോലെയും മസിൽ ക്രാമ്പ് വരുന്നത് പോലെയും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് വെരിക്കോസ് വെയിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. കാലുകൾ സ്വെല്ല് ചെയ്ത് വരിക, എല്ലാം വീർത്ത് വരുന്ന ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ സ്കിന്നിൽ പലതരത്തിലുള്ള ഡിസ്കളറേഷൻസ്, കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. വെരിക്കോസ് വെയിന് ട്രീറ്റ് ചെയ്യാതെ കുറേ കാലം നിൽക്കുകയാണെങ്കിൽ ആ വെയിനിൻ്റെ കളർ സ്കിന്നിൻ്റെ കൂടെ ബ്രൗൺ കളറാകുകയും ബ്രൗണിഷ് ഡിസ്കളറേഷൻ വരികയും വീനസ് അൾസറുകളിലേക്ക് എത്തിക്കുന്നതും വെരിക്കോസ് വെയിൻ്റെ ഒരു ലക്ഷണമാണ്. നോർമലി വെരിക്കോസ് വെയിൻ എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വേസ്റ്റിന് താഴോട്ടാണ് വെരിക്കോസ് വെയിൻ കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത്. നമ്മുടെ കാലുകളിലും കാഫുകളിലും ആംഗിൾസ്, പാദങ്ങളിൽ അവിടെയൊക്കെയാണ് വെരിക്കോസ് വെയിൻ കാണപ്പെടാറുള്ളത്. മെൻസിൻ്റെ സ്ക്രോട്ടത്തിൽ വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതിനെ വെരിക്കോസ് സീൽ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഉണ്ടാവാറുള്ളത്. ഇത്തരത്തിൽ വരുമ്പോൾ മെയിൽസിന് വന്ധ്യത സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വെരിക്കോസ് വെയിൻ കൃത്യമായ മാനേജ്മെൻറ്റിലൂടെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൂടുതൽ സമയം നിൽക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നവരായിക്കോട്ടെ, കൂടുതലായിട്ട് ഇരുന്ന് ജോലി എടുക്കുന്നവരായിക്കോട്ടെ, കൂടുതലായി രക്തം കാലുകളിലേക്ക് രക്തക്കുഴലുകൾ വന്ന് അത് തിരിച്ച് ഹാർട്ടിലോട്ട് പോകുന്നതിന് വാൽവുലാർ കംപ്ലൈൻറ്റ് കാരണം ബുദ്ധിമുട്ട് സംഭവിച്ചേക്കാം. അങ്ങനെയുള്ളവരിൽ കൃത്യമായി കാല് ഉയർത്തി വച്ചിരിക്കുന്നതിലൂടെ നമ്മുടെ കാലുകളിലുള്ള രക്തം അനായാസം മുകളിലോട്ട് പമ്പ് ചെയ്ത് പോകാനായിട്ട് സഹായിക്കും. വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരാഴ്ച 3-4 തവണയെങ്കിലും കാല് പരമാവധി ഉയർത്തി രക്തം തിരിച്ച് നമ്മുടെ കാലുകളിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള എക്സസൈസ് കൂടി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പലതരത്തിലുള്ള കംപ്രഷൻ സ്റ്റോക്കിങ്സും ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ കാലിലുള്ള രക്തം തിരിച്ച് കംപ്രസ് ചെയ്ത്, മസിലൊക്കെ കംപ്രസ് ചെയ്ത് ആ രക്തക്കൊഴലുകളിലൂടെ രക്തം മുകളിലോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള കംപ്രഷൻ സ്റ്റോക്കിങ്സ് അവൈലബിൾ ആണ്. സ്റ്റോക്കിങ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ കൃത്യമായി രക്തം അവിടെ കെട്ടി നിൽക്കാതെ മുകളിലോട്ട് പോകുന്നതിനും കൃത്യമായി സഹായിക്കും. നമ്മൾ ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോഴും കൂടുതൽ സമയം നിൽക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നവരും ഇത്തരത്തിലുള്ള കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നതിലൂടെ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ പരമാവധി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇന്ന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളും അവൈലബിൾ ആണ്. ലേസർ ട്രീറ്റ്മെൻറ്റ്, ലിഗേഷൻ ആൻഡ് സ്ട്രിപ്പിംഗ്, ഫ്ലുവെക്ടമി, റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ്, സ്ക്ലീറോതെറാപ്പി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഇന്ന് വെരിക്കോസ് വെയിന് പലതരത്തിൽ ഉപയോഗിച്ചു വരുന്നു. നമ്മുടെ സർജിക്കലായിട്ട് ഇത്തരത്തിലുള്ള വെയിനുകളെ റിമൂവ് ചെയ്യുന്നത് ഉൾപ്പെടെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. അങ്ങനെ ഇത്തരത്തിൽ സർജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലൂടെ വാൽവുലാർ കംപ്ലൈൻറ്റും വെയിൻ കംപ്ലൈൻ്റ് ഉള്ള ഇത്തരത്തിലുള്ള വെരിക്കോസ് വെയിനുകളെ കൃത്യമായിട്ടുള്ള സർജിക്കൽ മെത്തേഡിലൂടെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. വലിയ രക്തക്കുഴലുകളെ ഇത്തരത്തിലുള്ള വെരിക്കോസ് ബാധിക്കുന്ന സമയത്ത് ലിഗേഷൻ ആൻഡ് സ്ട്രിപ്പിംഗ്, ലേസർ ട്രീറ്റ്മെൻറ്റ്, റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളുടെ കോമ്പിനേഷനും പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. സ്പൈഡർ വെയിൻ തുടങ്ങിയ ചെറിയ വെരിക്കോസ് വെയിനെ ബാധിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്ലീറോതെറാപ്പിയോ ലേസർ തെറാപ്പിയോ മെത്തേഡോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വൈഡ് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അവൈലബിൾ ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ മെത്തേഡും അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള സർജിക്കൽ മെത്തേഡുകൾ അവൈലബിൾ ആണെങ്കിലും ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവായി ഇന്ന് പല പേഷ്യൻസിലും എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് മുതൽ നമ്മൾ കൃത്യമായി ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് വേണ്ടുന്നുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ
ഇത്തരത്തിലുള്ള മാനേജ് മെത്തേഡും കൂടെ ഫോളോ ചെയ്താൽ നമ്മൾ പരമാവധി വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെരിക്കോസ് വെയിൻ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നോർമലി ക്ലിനിക്കലായി നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ തന്നെ വെരിക്കോസ് വെയിൻ എന്ന് ഡയഗ്നോസ് ചെയ്യാറുണ്ട്. കൂടുതലായി എവിടെയൊക്കെയാണ് ബ്ലഡ് ക്ലോട്ട്, ഏതൊക്കെ വാൽവിനാണ് കംപ്ലൈൻറ്റ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടി ഒരു അൾട്രാസൗണ്ട് പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്ത് തന്നിരിക്കാം. അങ്ങനെ വെരിക്കോസ് വെയിൻ ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളൊരു ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ട് ഒരു വിദഗ്ധ ചികിത്സ എടുത്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായി പോവുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് വെരിക്കോസ് വെയിൻ, വെരിക്കോസ് വെയിൻ വരാനുള്ള കാരണം എന്താണ്, എങ്ങനെയൊക്കെ വെരിക്കോസ് വെയിനെ മാനേജ് ചെയ്യാം എന്നതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടായി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻഫർമേഷൻ കൃത്യമായി അവരിലേക്ക് എത്തിക്കുക. ഇനിയും മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി.